ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഈശോ ഇപ്രകാരമാണ് വെളിപ്പെടുത്തുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 26 തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, സർവ്വതും നിങ്ങളെ പഠിപ്പിക്കും. ഈശോ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ, സ്വർഗത്തിന് ചേർന്ന രീതിയിൽ ജീവിതം നയിക്കുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഇരുന്നിട്ട് നിന്നെ സഹായിക്കുമെന്നാണ്. ദൈവത്തിൻ്റെ കരുതലൊന്ന് നോക്കിക്കേ. എത്രത്തോളം സ്വർഗം നിന്നെ കരുതുന്നത്, എത്രത്തോളം നിന്നെ സ്വർഗത്തിൽ നിന്നെ ആക്കുവാൻ വേണ്ടി സ്വർഗം പദ്ധതികൾ തയ്യാറാക്കുന്നത്. അത്രത്തോളം ദൈവം സ്നേഹിക്കുക. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിറയാനായിട്ട്, അനുഭവിക്കുവാനായിട്ട്, കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ പോകുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിറയുവാനായിട്ട്, പരിശുദ്ധാത്മാവിന് ചേർന്ന രീതിയിൽ ജീവിതത്തെ ഒരുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപകൾ നൽകണമേ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.